ഭൂമിയെ നിരപ്പാക്കുന്ന ഒരു പരിപാടിയാണ് ഭൂകമ്പം. ഇന്നത്തെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ എൻ്റെ സഹോദരന്മാർക്ക് മുമ്പിൽ ഈ വിനീതൻ ഓതി കേൾപ്പിച്ച പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിലെ ആയത്തുകൾ നിങ്ങൾ ഓർക്കണം. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. ഭൂമി അതിൻ്റെ പിളർക്കൽ പിളരുന്ന സമയം ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഖിയാമത്ത് നാളിനെ അല്ലാഹ് അങ്ങനെ വരച്ചു കാണിക്കുകയാണ്. ഈ ഖുർആനിലെ ഒടുക്കുള്ള സൂറത്തിലൊക്കെ ഉള്ള വിഷയം ഏതാണെന്ന് നിങ്ങൾ ഒക്കെ ഖിയാമത്ത് നാളാണ്. ഇത്രയേറെ ഖുർആൻ ചർച്ച ചെയ്തൊരു വിഷയം ഖിയാമത്ത് നാൾ പോലെ ഇല്ല. പക്ഷെ മുസ്ലിമീങ്ങൾക്ക് അത് മാത്രം ചർച്ചയില്ല. മുസ്ലിമീങ്ങൾക്ക് ഞാൻ ഇന്നലെ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ, ഗ്രൂപ്പ് തിരിഞ്ഞുള്ള തമ്മിലുള്ള ആണ്ടും കൊണ്ടും പറയാനുള്ള ഏർപ്പാടല്ലാതെ പ്രധാനപ്പെട്ട വിഷയങ്ങളുള്ള ചർച്ചയൊക്കെ നമ്മൾ മാറ്റിവെച്ചു പോയിരിക്കുന്നു. സഹോദരന്മാരെ, കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം ആവശ്യമായി വന്നിരിക്കുകയാണ്. ഗ്രൂപ്പ് തിരിക്കലേനെ നിർത്തേണ്ട സമയം വന്നിരിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. മനുഷ്യന്മാരെ യോജിപ്പിക്കേണ്ട സമയമാണിപ്പോൾ. എല്ലാ അർത്ഥത്തിലും മനുഷ്യന്മാരെ യോജിപ്പിക്കേണ്ട ടൈമാപ്പോൾ. മുസ്ലിമീങ്ങളെ മാത്രമെന്നല്ല ഞാൻ പറയാം, എല്ലാ മതസ്ഥരും എല്ലാ പാർട്ടിക്കാരും ഒക്കെ മനുഷ്യന്മാരൊന്നിച്ച് നിൽക്കേണ്ട ഒരു ടൈമാണിപ്പോൾ. ഇന്ത്യയിലാണെങ്കിൽ അത് ആവശ്യമാണ്, ലോകത്താണെങ്കിൽ അത് ആവശ്യമാണ്, മുസ്ലിം സമുദായത്തിലാണെങ്കിൽ അത് ആവശ്യമാണ്, ഇന്ത്യൻ മുസ്ലിം സമുദായത്തിൽ ആവശ്യമാണ്, ലോക മുസ്ലിം സമുദായത്തിൽ ആവശ്യമാണ്, ഒക്കെ ആവശ്യമാണ്. മനുഷ്യന്മാരെ തമ്മിൽ ഇണക്കി ചേർക്കണം, അടുപ്പിക്കണം, അടിപ്പിക്കരുത്. അതാണ് ആവശ്യം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്ന അപ്പം നമുക്ക് സമയം ഉണ്ടാവും ഇതൊക്കെ ചർച്ച ചെയ്യാൻ. ഇപ്പം സമയമില്ലാത്തത് ദിനേന സമയം തികണില്ല ഓനെ പറയാൻ, ബാക്കിയുള്ള സമയം തികയാതെ പോകുന്നതാണ്. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ. ഖുർആന്റെ ശൈലി നോക്കണം. ഭൂമിയൊക്കെ പിളർന്ന് കുലുങ്ങി അങ്ങനെ കിടക്കുന്ന സമയം. വജാഅ റബ്ബുക, നിന്റെ റബ്ബ് എഴുന്നള്ളുകയാണ്. ഖിയാമത്ത് നാളിൽ നിന്റെ റബ്ബ് എഴുന്നള്ളുകയാണ്. വൽ മലകു സഫൻ സഫാ, മലക്കുകൾ ഇങ്ങനെ അണിയണിയായി നിൽക്കവേ നിന്റെ റബ്ബ് ആ ദിവസം അതാ എഴുന്നള്ളാൻ പോവുകയാണ്. യൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്, അന്ന് അവൻ ശിക്ഷിക്കുന്ന മാതിരി മറ്റാരും ശിക്ഷിക്കുകയില്ല. വലാ യൂസിഖു വസാഖഹു അഹദ്, അന്ന് അവൻ പിടിച്ചു കെട്ടുന്ന മാതിരി മറ്റാരും പിടിച്ചു കെട്ടുകയില്ല. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സംതൃപ്തി അടഞ്ഞ ആത്മാവേ, നല്ലത് ചെയ്ത എൻ്റെ അടിമയുടെ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ, നീ സംപ്രീതനും പ്രീതിപ്പെട്ടവനുമായി നിന്റെ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു വന്നാലും, ഫദ്ഖുലി ഫീ ഇബാദി, എൻ്റെ അടിമകളിലേക്ക് പ്രവേശിച്ചാലും, വദ്ഖുലി ജന്നതി, എൻ്റെ സ്വർഗത്തിലേക്ക് കടന്നാലും. ശിക്ഷ പറഞ്ഞ് പേടിപ്പിച്ച അല്ലാഹ് ഈ ദയയും പറയാണ്. കടന്നു വന്നാലും ഇരുന്നാലും എൻ്റെ അടിമേ, എൻ്റെ അടിമകളിലേക്ക് പ്രവേശിച്ചാലും എൻ്റെ സ്വർഗത്തിലേക്ക് കടന്നാലും. അത് പറയുന്ന ദിവസമാണ് ആ ദിവസം. മലക്കുകൾ അണിയണിയായി നിൽക്കെ നിന്റെ റബ്ബ് എഴുന്നള്ളുന്ന സമയമാണത് എന്ന് പറയുന്നു. അപ്പൊ ആ ഭൂമിയുടെ കുലുക്കം അതാണ്. ഇതാണ് ഭൂമിയുടെ സ്ഥിതി.